നമസ്കാരം, ഞാൻ ഡോക്ടർ റോഷിനി. ഈ ഡെലിവറിക്ക് ശേഷം അമ്മമാർ ഒത്തിരി പേര് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് നിപ്പിൾ ഫിഷർ അല്ലെങ്കിൽ നിപ്പിൾ ക്രാക്ക്. നിപ്പിളിന് വരുന്ന ചെറിയ മുറിവുകൾ. കുട്ടി പ്രഗ്നൻസിയുടെ സമയത്തും ഇത് വരാറുണ്ട്. അതുപോലെ ഡെലിവറിക്ക് ശേഷം കുട്ടി ലാച്ച് ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഈ നിപ്പിളിൽ ഇങ്ങനെ ഒരു മുറിവ് ഉണ്ടാവാറുണ്ട്. ഭയങ്കര വേദനയാണ് ഇവർ അനുഭവിക്കുക. അപ്പോൾ ഇതിനെങ്ങനെയാണ് മാനേജ് ചെയ്യാന്ന് ചോദിച്ചാൽ, കൂടുതൽ നിപ്പിൾ ഡ്രൈനെസ്സിലേക്ക് പോകാതിരിക്കാൻ, ക്രാക്സ് വീഴാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യുക. അതിന് നമുക്ക് നമ്മളൊരു 7th month തൊട്ട് തന്നെ നമുക്ക് അഭ്യംഗം സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ബ്രസ്റ്റിൽ മൈൽഡായിട്ട് പ്രഷറൊന്നും കൊടുക്കാതെ ധാന്വന്തരം തൈലം പോലെയുള്ള തൈലങ്ങൾ വെച്ച് മൈൽഡായിട്ടുള്ള ഓയിൽ മസാജ്, ഓയിൽ ആപ്ലിക്കേഷൻ നമുക്ക് കൊടുക്കാം. ധാരാളം വെള്ളം കുടിക്കുക, ഡീഹൈഡ്രേഷൻ വരാതിരിക്കാൻ പ്ലെൻറ്റി ഓഫ് വാട്ടർ, നന്നായി വെള്ളം കുടിക്കുക. അതുപോലെ ഡെലിവറിക്ക് ശേഷം ഇതിന് ശേഷം ഇതൊരു മുറിവ് പോലെ വന്നതിന് ശേഷമാണെങ്കിൽ പോലും നമുക്ക് ചെറിയ ജീവന്ത്യാദി യമകം പോലെയോ അല്ലെങ്കിൽ പ്ലെയിൻ ഘൃതം പോലും, നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള നെയ്യ് പോലും നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഹീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഡെലിവറിക്ക് ശേഷം കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നതിന് മുമ്പും അതിന് ശേഷവുമായിട്ട് നമ്മൾ വെള്ളം കുടിക്കാനായിട്ട് ശീലിക്കുക. അതുപോലെ നമ്മൾ വേദിടുന്ന സമയത്ത് തീർച്ചയായും ആഫ്റ്റർ ഡെലിവറി കെയറിൻ്റെ സമയത്ത് ബ്രസ്റ്റിൽ ഓയിൽ ആപ്ലിക്കേഷൻ മസ്റ്റായിട്ട് ചെയ്യുക. ഇതൊക്കെ ഈ നിപ്പിൾ ക്രാക്ക് വരാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിപ്പിളിന് പെയിൻ ഉണ്ടെങ്കിൽ പോലും കുട്ടിക്ക് അതിന് മുമ്പ് നല്ലപോലെ ചെറിയ സലൈനിട്ട് വാട്ടർ വെച്ച് ഒന്ന് ഉപ്പി നല്ലപോലെ ക്ലീൻ ആക്കി ഡ്രൈ ആക്കിയതിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യിപ്പിക്കുന്നത് കൊണ്ടും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല.